അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട് വന്ന് വിളിക്കുക, വാടാ നമുക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അലൈനർ ഊരി വെച്ചിട്ട് അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷേ എന്നാൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു കമ്പി ഇട്ടവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും, അവൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല അലൈനേഴ്സ്. അതായത് റെസ്പോൺസിബിൾ അല്ല എന്നാണെങ്കിൽ അവർ പാക്കറ്റ് പൊട്ടിച്ച് വായിൽ വെച്ചാലേ പല്ല് ഒരു ഇഞ്ച് പോലും അനുഭവം. ഇത്രയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വേൾഡിൽ 1.5 വർഷത്തേക്ക് 2.5 വർഷത്തേക്കൊക്കെ പല്ലിൽ കമ്പി ഇടാനുള്ള ക്ഷമയൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല. അങ്ങനെയുള്ളവർക്കാണ് അലൈനേഴ്സ്. ആക്ച്വലി ഡോക്ടർ എന്താണ് അലൈനേഴ്സ്? അലൈനേഴ്സ് പല്ല് നിരയാക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പല്ലിൻ്റെ അളവ് കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യുന്ന സർട്ടൻ നമ്പർ ഓഫ് ട്രേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലാസ്റ്റിക് അല്ലേ, ശരിക്കും വർക്ക് ആവുമോ? പിന്നെ വർക്ക് ആവുമല്ലോ. അതിൻ്റെ റിസൾട്ട് കണ്ട് കുട്ടികളുടെ റിസൾട്ട് കണ്ട് അവരുടെ പേരൻസ് വന്ന് ചോദിക്കാറുണ്ട്, എനിക്കും ഒന്ന് അലൈനർ ഇട്ട് തരുമോ എന്ന്. ഓ, അപ്പോൾ എല്ലാ പ്രായക്കാർക്കും പറ്റും? ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്ത് പ്രായമല്ല, അണ്ടർലൈയിങ് ഫാക്ടേഴ്സ്, അതായത് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ആയ മോണയും എല്ലും ഒക്കെ ബലവാനാണെങ്കിൽ ഏത് പ്രായക്കാർക്കും അലൈനേഴ്സ് ഇടാൻ പറ്റും. ഇപ്പം ഇൻവിസ്ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനി തീരെ കുഞ്ഞു കുട്ടികൾക്ക് വരെ, അതായത് 6 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് മുതൽ അലൈനേഴ്സ് പോസിബിൾ ആയിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ അബ്രോഡൊക്കെ പോകാനുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് വെക്കാൻ പറ്റുമോ? പുറത്ത് ഇപ്പം എല്ലാ കുട്ടികളും 12ാം ക്ലാസ് കഴിയുമ്പോഴേ പുറത്തേക്ക് പോവുക പഠിക്കാനായിട്ട്. അപ്പോൾ ആ ജോലി കിട്ടി, പിന്നെ കല്യാണം ആകുമ്പോൾ മാത്രമേ നാട്ടിലേക്ക് വന്നെ. ഇതിൻ്റെ ഇടയിൽ പല കമ്പി ഇടാനോ മുറുക്കാനോ ഒന്നും അവർക്ക് നേരമില്ല. അങ്ങനെയുള്ളവർക്ക് അലൈനേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. പോയി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റും? തന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു DIY ടെക്നീക്കാണ്. അപ്പോൾ ആകെ ചെയ്യേണ്ടത് പാക്കറ്റ് പൊട്ടിക്കുക, അലൈനേഴ്സ് എടുത്ത് വായിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നത് മാത്രം. നാട്ടിൽ വന്നൊരു 5 ദിവസത്തേക്ക് ടൈം ഉണ്ട് എന്നാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ 3 അപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ മെഷർമെൻറ്റ്സ് കൊടുക്കുക, രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റിൽ പല്ല് പറിക്കുക, പല്ല് രാകുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യും. അത് കഴിഞ്ഞൊരു സാമ്പിൾ സെറ്റ് കൊടുക്കും. 3ാമത്തെ അപ്പോയിൻമെൻറ്റിൽ ഫുൾ സെറ്റ് ഓഫ് അലൈനേഴ്സ് പ്രിൻറ്റ് ചെയ്ത് അവർക്ക് ഡെലിവറും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ? കോസ്റ്റ് ആക്ച്വലി കസ്റ്റമൈസ്ഡ് ആണ്, ഫിക്സഡ് കോസ്റ്റ് അല്ല. അവരവരുടെ പല്ലിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം ചിലർക്ക് പല്ല് പൊന്തിയിട്ട് താത്താനായിരിക്കും, ചിലർക്ക് വിടവടയ്ക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അലൈനേഴ്സ് ഡിഫറെൻറ്റാണ്. അപ്പോൾ ഈ ഒരു എത്രയാണോ നമ്പർ എന്നുള്ളത് മെഷർമെൻറ്റ് കൊടുത്ത് ഡോക്ടർ പറഞ്ഞു തരും, ഇത്രയും നമ്പർ ഓഫ് അലൈനർ വെച്ചാലാണ് നിങ്ങളുടെ പല്ല് മാറ്റാൻ പറ്റാതെ. അതായത് ഇപ്പോൾ എൻ്റെ അലൈനർ വേറൊരു വ്യക്തിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, എൻ്റെ അളവ് അനുസരിച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻവിസ്ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനിക്ക് അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി, അലൈനേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്ത് തുടങ്ങിയ കമ്പനി. അവരുടെ US പ്രോഡക്റ്റാണ്. അവരുടെ കോസ്റ്റ് ലക്ഷങ്ങളിലാണ്. അപ്പം 1 lakh ആവാം, 2 lakh ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് അലൈനേഴ്സ്. ഇന്ത്യൻ അലൈനേഴ്സ് ആകുമ്പോൾ സ്റ്റാർട്ടിങ് കോസ്റ്റ് എപ്പോഴും 1000ത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കും. പക്ഷെ അത് എത്രയാവും എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ കേസ്. ഇപ്പോൾ ഇന്ത്യൻ അലൈനേഴ്സിന് ലക്ഷങ്ങളായിക്കൂടാന്നല്ല, കോംപ്ലക്സിറ്റി അനുസരിച്ചിരിക്കും. അലൈനേഴ്സ് ഇത്ര അടിപൊളിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവില്ലേ? അടിപൊളി മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ കൂടുതലും അഡ്വാൻറ്റേജസ് ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പോലെ 4 പല്ല് പറിച്ച് ചുണ്ടും മോണയൊക്കെ ഒട്ടിപ്പോയി, അല്ലെങ്കിൽ ഇത്രയും താഴെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇതിനകത്ത് അങ്ങനെയല്ല. നമുക്ക് തന്നെ പേഷ്യൻസിന് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഡോക്ടേഴ്സിന്. ഓക്കെ, സ്റ്റാർട്ടിങ് നിങ്ങളുടെ പല്ല് ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, പേഷ്യൻസിന് കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് ഉണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമുള്ളൊരു അഡ്വാൻറ്റേജാണ്. അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട് വന്ന് വിളിക്കുക, വാടാ നമുക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അലൈനർ ഊരി വെച്ചിട്ട് അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷേ എന്നാൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു കമ്പി ഇട്ടവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും, അവൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. കാരണം കമ്പി ഇട്ടവർക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. അത് വെച്ച് നോക്കുമ്പോൾ അലൈനേഴ്സ് എപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഡിസഡ്വാൻറ്റേജ് മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല അലൈനേഴ്സ്. അതായത് റെസ്പോൺസിബിൾ അല്ല എന്നാണെങ്കിൽ അവർ പാക്കറ്റ് പൊട്ടിച്ച് വായിൽ വെച്ചാലേ പല്ല് ഒരു ഇഞ്ച് പോലും അനങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ ദിസ് നോ റിസൾട്ട്. മനസ്സിലായോ? അപ്പോൾ സപ്പോസ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അലൈനർ ട്രീറ്റ്മെൻറ്റിനകത്ത് 22 hours ടൈം പറയുന്നത്.
അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ നേരത്തും പല്ല് തേക്കാൻ നേരത്തും മാത്രമാണ് അലൈനർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി ഫുൾ ടൈം വെയറാണ്. അപ്പോൾ ഇപ്പം മടിയന്മാരാണെങ്കിൽ അവർ ചിലപ്പോൾ 10 മണിക്കൂർ വയ്ക്കും ഒരു ദിവസം, അടുത്ത ദിവസം 12 മണിക്കൂർ, അടുത്ത ദിവസം 15 മണിക്കൂർ, അങ്ങനെ കൺസിസ്റ്റൻസി ഇല്ല എന്നാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട്. നമ്മൾ സാധാരണ ബ്രേസസ് വെച്ച് കഴിയുമ്പോൾ റീറ്റെയിനർ വെക്കണം എന്ന് പറയും, ഇതിനും അങ്ങനെ തന്നെയാണോ? യെസ്, ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം റീറ്റെയിനർ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ അലൈനേഴ്സിലും അലൈനർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീറ്റെയിനർ ഉപയോഗിക്കാം. അത് ഫിക്സഡ് ആവാം, റിമൂവബിൾ ആവാം. ഇപ്പം എബ്രോഡുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ റിമൂവബിൾ റീറ്റെയിനേഴ്സ് പ്രൊവൈഡ് ചെയ്യും നമ്മൾ. അലൈനർ പാക്കറ്റ്സ് കഴിഞ്ഞ് ഒരു പാക്കറ്റ് റീറ്റെയിനറിന് വേണ്ടിയിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.